എൻ്റെ പേര് ഐസക് എന്നാണ്. ഞാൻ വന്നത് കാട്ടിപ്പറമ്പ് എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ്. ഞങ്ങൾ ഇങ്ങനെ ഇവിടെ നടക്കാൻ വേണ്ടി വന്ന് അങ്ങനെ ഞങ്ങൾ കുറച്ച് പ്രായമായ, ഞാൻ റിട്ടയർഡായ ആളാണ്. അങ്ങനെ എൻ്റെ പ്രായമായിട്ടുള്ള ആൾക്കാരുമായിട്ട് ഇവിടെ നിന്ന് കൂട്ടുകൂടിയാണ് ഈ ഗാനശനി എന്നൊരു പാട്ട് ആക്കാമെന്നുള്ളൊരു ശനിയാഴ്ചത്തെ രാവിലെ പാട്ടാക്കാമെന്നുള്ള ഇതിലാണ് ഗാനശനി കൂട്ടായ്മ എന്നും പറഞ്ഞ് ഒരു കൂട്ടായ്മ ഉണ്ടാക്കി. അതിൽ ഞങ്ങൾ 10 പേരുണ്ടായി. ഇപ്പോൾ ഇഷ്ടംമാരെ ആൾക്കാരുണ്ട് അതിൽ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പാടി തുടങ്ങിയാണ്. കൗൺസിലർ ഞങ്ങൾക്ക് ഭയങ്കര സപ്പോർട്ടാണ് ഇതിൽ. ഞങ്ങൾ 2-3 പരിപാടികൾ വെച്ച് ഇപ്പോൾ ഞങ്ങൾ ഓണത്തിൻ്റെ ഉത്രാടത്തിന് ഇവിടെ നല്ലൊരു പരിപാടി സ്റ്റേജ് പ്രോഗ്രാം വെച്ചു. അതിനും ഞങ്ങളുടെ ഒപ്പം ഉണ്ടായിരുന്നു കൗൺസിലർ. ഞങ്ങൾക്ക് ഭയങ്കര സപ്പോർട്ടാണ്. മിക്ക ആഴ്ചയിലും പുള്ളി ഇവിടെ വരാറുണ്ട്. ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാറുണ്ട്. കാരണം ഡിവിഷൻ്റെ സമഗ്ര വികസനത്തിന് പറ്റിയ അവസരമാണ്. ഞങ്ങൾക്ക് അത് 100% ഉറപ്പിക്കുന്നു. അങ്ങനെ ഞങ്ങളുടെ ഈ ഗാനശനി എന്ന് പറഞ്ഞ കൂട്ടായ്മ ഇപ്പോൾ ശരിക്കും മുന്നേറിക്കൊണ്ടിരിക്കുന്നതാണ്. ഞങ്ങൾ ഇപ്പോൾ 3-4 പരിപാടിയായി നടത്തുന്നത്. എല്ലാത്തിനും കൗൺസിലർ ഞങ്ങളുടെ ഒപ്പമുണ്ട്. ചിറക്കൽ PR മാത്യു സ്മാരക പാർക്കിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഈ പാർക്ക് കഴിഞ്ഞ 5 വർഷം മുമ്പ് നമ്മുടെ നഗരസഭ അധികാരത്തിൽ വരുമ്പോൾ ഒരു ജീർണാവസ്ഥയിലായിരുന്നു ഈ പാർക്ക്. നമ്മുടെ തന്നെ ഒരു കൗൺസിലർമാർ തന്നെ നിർമ്മിച്ചതാണെങ്കിൽ ഇവിടുത്തെ പൊതു മുതൽ കൈകാര്യം ചെയ്യുന്നതിനുള്ള നമ്മുടെ മനോഭാവത്തിൻ്റെ പ്രശ്നത്തിൽ ഇത് വേണ്ടത്ര ഉപയോഗപ്രദമല്ലാതെ കടന്നിരുന്നു. അപ്പോൾ ഇത് നാട്ടുകാരുടെയും നമ്മുടെ നല്ല മനസ്സുള്ള വ്യക്തികളുടെയും സഹായത്തോടു കൂടി ഇതൊന്ന് നവീകരിക്കണമെന്നുള്ളത് ഒരു ആഗ്രഹമായിരുന്നു. അങ്ങനെയാണ് ആദ്യം ഇത് കോർപ്പറേഷൻ്റെ ഫണ്ടിലല്ല നവീകരിച്ചത്. ഇവിടെ പ്രഭാതത്തിൽ നടക്കാൻ വരുന്ന ആളുകളുടെ ഒരു സഹായം, അതുപോലെ നമ്മുടെ പ്രദേശത്ത് ഒരു മെട്രോ പെയിൻസ് എന്ന് പറയുന്ന സ്ഥാപനം നടത്തുന്ന ജെൻസൺ തെരുവിപ്പറമ്പിൽ, പിന്നെ ഇവിടെ തന്നെ ഹാർഡ്വെയർ ബിസിനസ് ചെയ്യുന്ന ഒരു സ്ഥാപനമുണ്ട് നമ്മുടെ പെൻഡ സ്റ്റീൽ. അവരുടെ എല്ലാം സഹായത്തോടു കൂടിയാണ് നമ്മൾ പാർക്ക് എല്ലാം പെയിൻറ് ചെയ്ത് പുതിയ തകർന്ന് കിടന്നിരുന്ന ഇതിൻ്റെ ഉപകരണങ്ങൾ നന്നാക്കി. ഒപ്പം നമ്മൾ കൊച്ചിൻ ഷിപ്പ് യാർഡിൻ്റെ CSR ഫണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇവിടെ ഓപ്പൺ ജിമ്മ് സ്ഥാപിച്ചു. ഓപ്പൺ ജിമ്മ് സ്ഥാപിച്ചതോടുകൂടിയാണ് കൂടുതൽ ആളുകൾ ഇവിടെ വരാൻ തുടങ്ങി. ഇവിടെ നേവി നഗറിൽ നിന്നുള്ള നമ്മുടെ ഉദ്യോഗസ്ഥന്മാരടക്കം സ്ത്രീകളടക്കം വന്ന് ഈ ഓപ്പൺ ജിമ്മ് ഉപയോഗിക്കും. ഇപ്പോൾ രാവിലെയും വൈകുന്നേരവും നല്ല രീതിയിൽ ഉപയോഗിക്കുന്ന ഒരു പാർക്കായി ചിറക്കൽ PR മാത്യു സ്മാരക പാർക്ക് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് വലിയ ഒരു നേട്ടമായിട്ട് നമുക്ക് പറയാൻ കഴിയുന്നത്. ഇതിൻ്റെ നവീകരണം നമ്മൾ മേയറുടെ പ്രത്യേക ഇടപെടലോടുകൂടി കൂടുതൽ നല്ല രീതിയിൽ ഈ പാർക്ക് നവീകരിക്കാനുള്ള ഒരു മുൻകൈക്ക് നമ്മൾ നേതൃത്വം കൊടുക്കുകയാണ്. സമീപ മാസങ്ങളിൽ തന്നെ അതിൻ്റെ കാര്യങ്ങളിലേക്ക് കടക്കും. എൻ്റെ പേര് അനിൽ കൃഷ്ണ. ഞാൻ ഒരു റിട്ടയർഡ് സബ് രജിസ്ട്രാറാണ്. എന്നും ഈ ചിറക്കൽ പാർക്കിൽ ഒരു 10 വർഷമായിട്ട് നടക്കാൻ വരുന്ന ആളാണ്. ഇതെല്ലാം എൻ്റെ സുഹൃത്തുക്കളാണ്. ഞങ്ങളെല്ലാം രാവിലെ ഇവിടെ വന്ന് എക്സസൈസ് ചെയ്യാറുണ്ട്. നമ്മുടെ കൗൺസിലർ സഖാവ് CR സുധീറിൻ്റെ പ്രയത്ന ഫലമായിട്ടാണ് ഈ ചിറക്കൽ പാർക്ക് പ്രഭാത സവാരിക്കാരായി ഞങ്ങൾക്ക് ഇത്രയും ഉപകാരപ്രദമായ രീതിയിൽ ഡെവലപ്പ് ചെയ്യാൻ കഴിഞ്ഞത്. ഇതിനു മുമ്പ് ഒരു 10 വർഷം മുമ്പ് ചിറക്കൽ പാർക്കിൻ്റെ സ്ഥിതി കണ്ടു കഴിഞ്ഞാൽ വളരെ ശോചനീയമായ അവസ്ഥയിലായിരുന്നു ചിറക്കൽ പാർക്ക് ഉണ്ടായിരുന്നത്. കാട് പിടിച്ച് നായ്ക്കളുടെ വിഹാരരംഗമായിരുന്ന ഈ ചിറക്കൽ പാർക്കിനെ ടൈലുമൊക്കെ വിരിച്ച് അതുപോലെ ഓപ്പൺ ജിമ്മ് തുടങ്ങി ചുറ്റും വേലി കെട്ടി അങ്ങനെ തെരുവ് നായ്ക്കളുടെയും മറ്റ് പശു, ആട് തുടങ്ങിയ ജന്തുക്കളുടെയൊക്കെ പ്രവേശന വിഹാര രംഗമായിരുന്ന ഈ ചിറക്കൽ പാർക്കിനെ പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമായി മാറ്റിയതിൽ ഞങ്ങളുടെ കൗൺസിലർ സഖാവ് CR സുധീർ വഹിച്ച പങ്ക് നിസ്തുലമാണ്. ഇന്ന് ചിറക്കൽ പാർക്കിൽ രാവിലെ തന്നെ ശരാശരി ഒരു 100 പേരെങ്കിലും നടക്കാൻ വരുന്നുണ്ട്. വൈകിട്ട് നിങ്ങൾ ഇവിടെ വന്നാൽ കാണാം
മുഴുവൻ ഫാമിലിയാണ്. എല്ലാ സ്ത്രീകൾ ഉൾപ്പെടെ കുട്ടികൾ ഉൾപ്പെടെ കുടുംബാംഗങ്ങളുടെ ഒരു വിഹാര രംഗമായിട്ട്, ഒരു വലിയ പൊതു ഇടമായിട്ട് ഈ ചിറക്കൽ പാർക്ക് മാറ്റിയെടുക്കുന്നതിൽ സുധീർ വഹിച്ച പങ്ക് നമുക്ക് ഒരിക്കലും വിസ്മരിക്കാൻ കഴിയും. കൂടാതെ ഇവിടെ പല റോഡുകളിലും വെള്ളക്കെട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് നമ്മുടെ മറൈൻ ജംഗ്ഷൻ, നമുക്കറിയാം ഒരു 5-6 വർഷം മുമ്പ് മറൈൻ ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ചാറ്റമഴ പെയ്താൽ പോലും വെള്ളക്കെട്ട് കൊണ്ട് വാഹനങ്ങൾക്ക് പോകാനൊക്കാത്ത സ്ഥിതിയിലുള്ള ഒരു സ്ഥലമായിരുന്നു. ഇന്ന് എത്ര വലിയ പേമാരി പെയ്താലും ചിറക്കൽ മറൈൻ ജംഗ്ഷനിൽ വെള്ളക്കെട്ടില്ല. അത് മാറ്റിയെടുക്കുവാനും അതുപോലെ തന്നെ ഉൾപ്രദേശത്തുള്ള പല റോഡുകളും ടൈൽ ഉപയോഗിച്ച് ഉയർത്തുവാനും അതുപോലെ റോഡുകളുടെ ശോച്യാവസ്ഥ പരിഹരിക്കുന്നതിലും കൗൺസിലർ വളരെ ശ്രദ്ധ കാണിച്ചിട്ടുണ്ടെന്നുള്ളത് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല. അതുപോലെ അടുത്ത കാലത്ത് നമ്മുടെ MK അർജുനൻ മാസ്റ്റർ ഗ്രൗണ്ട്, അത് ഇപ്പോൾ ലോകോത്തര നിലവാരത്തിലേക്ക് 3,88,00,000 രൂപയാണ് നമ്മുടെ കോർപ്പറേഷൻ, കൊച്ചി കോർപ്പറേഷനിൽ നിന്ന് നമ്മുടെ കൗൺസിലറുടെ കൂടി പ്രയത്നഫലമായിട്ട് 3,88,00,000 രൂപയുടെ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തി നമ്മുടെ കേരളത്തിലെ തന്നെ ഏറ്റവും സജീവമായ പൊതു ഇടമായ ചങ്ങമ്പുഴ പാർക്കിന് ബദലായിട്ടുള്ള, ചങ്ങമ്പുഴ പാർക്കിന്റെ ലെവലിലേക്കൊക്കെ മാറുന്ന പള്ളുരുത്തിക്കാരുടെ ഏറ്റവും, അല്ലെങ്കിൽ കൊച്ചിയുടെ തന്നെ ഏറ്റവും സജീവമായ ഒരു പൊതു ഇടമായിട്ട് MK അർജുനൻ ഗ്രൗണ്ട് മാറുകയാണ്. അതിൻ്റെ പിന്നിലും നമ്മുടെ കൗൺസിലറായ സുധീറിൻ്റെ വളരെ സുദീർഘമായ പ്രവർത്തനങ്ങൾ ഉണ്ടെന്നുള്ളത് വളരെ അഭിമാനത്തോടെ ഞാൻ ഓർക്കുകയാണ്. വാര്യംസ് ജംഗ്ഷൻ്റെ തൊട്ട് കിഴക്ക് വശത്ത് നമ്മുടെ കോർപ്പറേഷൻ്റെ ഒരു ഹോസ്പിറ്റൽ, ഒരു ആരോഗ്യ കേന്ദ്രം വളരെ സൗജന്യമായിട്ട്, അതായത് സൗജന്യമായിട്ട് ചികിത്സയും അതുപോലെ സൗജന്യമായിട്ട് മരുന്നും നൽകുന്ന ഒരു കേന്ദ്രം. ആദ്യം തുടങ്ങിയ സമയത്ത് ജനങ്ങൾക്ക് ഇതിനെക്കുറിച്ച് വലിയ അവയർനെസ്, ഒരു വലിയ ബോധമില്ലായിരുന്നു. എന്നാൽ ഇന്ന് നമ്മൾ ഉച്ചയ്ക്ക് അവിടെ ചെന്ന് നോക്കിയാൽ ഒരു കസേര കിട്ടാൻ വലിയ പാടാണ്. അതുപോലെ സജീവമായ രീതിയിൽ ആ ഹോസ്പിറ്റൽ ഇവിടെയുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾക്കെല്ലാം അസൂയ ജനിപ്പിക്കത്തക്ക രീതിയിൽ ആ പൊതു ആരോഗ്യ കേന്ദ്രം വളർന്നു വരികയാണ്. അതിൻ്റെ കാര്യത്തിലും അത് അവിടെ കൊണ്ടുവരുന്ന കാര്യത്തിലും നമ്മുടെ കൗൺസിലറിൻ്റെ അക്ഷീണമായ പ്രയത്നങ്ങൾ, പരിശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് നാട്ടുകാരായ ഞങ്ങളെല്ലാം ഓർക്കുന്നു. നമ്മുടെ ഡിവിഷനിൽ ഏറ്റവും നല്ല രീതിയിൽ ഗതാഗത സംവിധാനങ്ങൾ പൂർത്തീകരിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ആ പ്രവർത്തനങ്ങൾക്ക് ഏറെ മുന്നോട്ട് പോകാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും അഭിമാനകരമായ കാര്യം. ഈ കൗൺസിലിൻ്റെ കാലാവധി പൂർത്തീകരിക്കുമ്പോൾ നമ്മുടെ ഡിവിഷനിൽ സഞ്ചാരയോഗ്യമല്ലാത്ത ഒരു വഴികളും ഉണ്ടാകരുത് എന്നുള്ള ഒരു കാഴ്ചപ്പാടോടുകൂടിയാണ് നമ്മൾ നീങ്ങിയിട്ടുള്ളത്. ഇടവഴികളായാലും നല്ല റോഡുകളായാലും വീതി കൂടിയ റോഡുകളായാലും എല്ലാം പരമാവധി നന്നാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിൽ ഏറ്റവും ഉന്നത നിലവാരത്തിൽ പൂർത്തീകരിച്ച ഒരു റോഡിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. വെളിപ്പറമ്പ് റോഡ് BMBC നിലവാരത്തിൽ പണിത ഒരു റോഡാണ്. അതുപോലെ തന്നെ ടാറിട്ട എല്ലാ വഴികളും നമുക്ക് ടാർ ചെയ്യാൻ കഴിഞ്ഞു. ഇടവഴികൾ പരമാവധി എല്ലാ ഭാഗത്തും കോൺക്രീറ്റ് ചെയ്ത് ഭംഗിയാക്കാൻ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഇലക്ഷനിൽ മത്സരിക്കുമ്പോൾ ജനങ്ങൾക്ക് കൊടുത്തിട്ടുള്ള വാഗ്ദാനങ്ങളായിരുന്നു എല്ലാ വഴികളും നന്നാക്കുമെന്നുള്ളത്. അത് കോർപ്പറേഷൻ്റെ ജനകീയാസൂത്രണ ഫണ്ടും ഡിവിഷൻ ഫണ്ടും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. അതിൽ ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞ വേറൊരു വർക്ക് എന്ന് പറഞ്ഞാൽ ഡോൺ ബോസ്കോ കോളനിയിലൂടെ നവീകരണമാണ്. ഡോൺ ബോസ്കോ കോളനിയിൽ ആകെ താറുമാറായി കിടന്നിരുന്ന അവരുടെ ആ പ്രദേശം പ്ലാൻ ഫണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് നന്നാക്കാൻ കഴിഞ്ഞു. അതുപോലെ അവിടുത്തെ പ്രധാന റോഡ് MLA സഹായത്തോടു കൂടി, സർക്കാരിൻ്റെ സഹായത്തോടു കൂടി നമുക്ക് നവീകരിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു അഭിമാനകരമായ കാര്യം. മറ്റൊന്ന് വാട്ടർലാൻഡ് റോഡ് 40 ഫീറ്റ് റോഡാണ്. വാട്ടർലാൻഡ് റോഡ് നമുക്കറിയാം ഏറെ കാലമായി, നമ്മളൊക്കെ ജനിച്ച കാലം മുതൽ മഴക്കാലത്ത് വെള്ളക്കെട്ട് ആളുകൾ നീന്തിപ്പോയിരുന്ന ഒരു പ്രദേശമാണ്. വാഹനങ്ങളൊക്കെ വെള്ളത്തിലൂടെയാണ് പോയിരുന്നത്. ആ റോഡ് നമ്മൾ കൗൺസിലിൻ്റെ അധികാരം ഏറ്റെടുത്തതിന് ശേഷമാണ് സർക്കാരിൻ്റെ ഫണ്ട് MLA പ്രത്യേകം ഇനിഷ്യേറ്റീവ് എടുത്ത്
ഫണ്ട് തന്ന് ആ റോഡ് ഇന്ന് ഏറ്റവും നല്ല നിലവാരത്തിൽ ഉയർത്തിപ്പൊക്കി ആ വലിയ ഒരു മാറ്റം ആ പ്രദേശത്ത് സൃഷ്ടിക്കാൻ കഴിഞ്ഞു. ഇപ്പോൾ വെള്ളക്കെട്ടൊന്നും ഇല്ലാതെ വളരെ സുഗമമായി സഞ്ചരിക്കാൻ കഴിയുന്നത് നമ്മുടെ പ്രദേശത്ത് തന്നെ ഏറ്റവും നല്ല റോഡായി 40 ഫീറ്റ് റോഡും നമ്മുടെ വാട്ടർ ലാൻഡ് റോഡും മാറി എന്നുള്ളത് സന്തോഷം പകരുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെയാണ് എല്ലാ നമ്മുടെ ഡിവിഷനിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഈ ഡിസംബറോട് കൂടി പൂർത്തീകരിക്കപ്പെടാത്ത മുഴുവൻ വഴികളുടെയും വർക്ക് പൂർത്തീകരിക്കാൻ കഴിയുന്ന വിധത്തിലാണ് നമ്മൾ പ്രവർത്തനങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ ടെൻഡറുകളും എഗ്രിമെന്റ് വെച്ച് നമ്മൾ പൂർത്തീകരിക്കാൻ. അപ്പോൾ ഇലക്ഷൻ വിജ്ഞാപനം വന്നാലും ഒക്ടോബർ നവംബർ മാസം നമുക്ക് പ്രവർത്തനങ്ങൾ നടത്തി ആ വഴികളെല്ലാം നന്നാക്കി ജനങ്ങളുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയും എന്നുള്ളത് നമുക്കൊരു ആത്മവിശ്വാസം തരുന്ന ഒരു ഘടകമാണ്. നമ്മുടെ 21-ാം ഡിവിഷനിൽ 7 അംഗനവാടികളാണ് നമുക്കുള്ളത്. 7 അംഗനവാടികളിൽ നമുക്ക് സ്വന്തമായി കെട്ടിടം എന്ന് പറയാനായിട്ട് 2 എണ്ണത്തിലാണ് പ്രവർത്തിക്കുന്നത്. 3 എണ്ണം എന്ന് പറയാം. ഒരെണ്ണം നമ്മുടെ റവന്യൂവിൻ്റെ തന്നെ ബിൽഡിങ്ങിൽ കുറേ നാളുകളായിട്ട് പ്രവർത്തിക്കുന്നത്, മറ്റു 2 എണ്ണം നമ്മുടെ സ്വന്തം ബിൽഡിങ്ങിലാണ്. ഈ നമ്മൾ നിൽക്കുന്ന ഈ അംഗനവാടി 65-ാം നമ്പർ അംഗനവാടിയാണ്. അത് നമ്മൾ കൗൺസിലിൽ വന്നതിന് ശേഷം 2 ഘട്ടങ്ങളിലായി അതിൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾ, അവരുടെ ടീച്ചർമാരുടെയും ഹെൽപ്പർമാരുടെയും ആവശ്യം, അതുപോലെ നമ്മുടെ രക്ഷാകർത്താക്കളുടെയൊക്കെ ആവശ്യം പ്രമാണിച്ച് പരമാവധി നടത്താൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. നല്ല രീതിയിൽ അതിൻ്റെ ഉൾവശമെല്ലാം കുട്ടികൾക്ക് ആകർഷകമായ രീതിയിൽ ചിത്രം വരക്കാനും അവരെ വെള്ളം കെട്ട് മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഉയർത്തി ടൈൽ ചെയ്യാനും ഒക്കെ നമുക്ക് കഴിഞ്ഞു. അതുപോലെ തന്നെയാണ് ഈ സ്ക്വയറിൽ പ്രവർത്തിക്കുന്ന അംഗനവാടിയും സ്വന്തം കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന അംഗനവാടിയും ഒക്കെ പ്രവർത്തിക്കുന്നു. നമുക്ക് സ്ഥലപരിമിതി ഉള്ളതുകൊണ്ട് അംഗനവാടി പുതിയ കെട്ടിടം നിർമ്മിക്കാനായിട്ട് ഒരുപാട് നമ്മൾ ശ്രമിച്ചുവെങ്കിലും നമുക്ക് നടത്താൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ എല്ലാ അംഗനവാടികൾക്കും സ്വന്തമായ ഒരു കെട്ടിടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു സ്ഥലം കണ്ടെത്തി ആ സ്ഥലത്ത് ഒരു അംഗനവാടി കോംപ്ലക്സ് പണിയണം എന്നുള്ളൊരു ആഗ്രഹം നമ്മുടെ ബാക്കി നിൽക്കുകയാണ് എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടി ഇപ്പോൾ പറയുകയാണ്. മറ്റൊന്ന്, നമ്മുടെ ഏറ്റവും കൂടുതൽ സ്കൂളുകൾ പ്രവർത്തിക്കുന്ന ഒരു ഡിവിഷനാണ്. നമുക്കത് നോക്കിയാൽ അറിയാം. SDPY തന്നെ SDPY ബോയ്സ്, SDPY ഗേൾസ്, SDPY ഹയർ സെക്കൻഡറി സ്കൂള്, അതുപോലെ SDPY LP സ്കൂള്, അവിടെ തന്നെ ഒരു വ്യത്യസ്ത നിലവാരത്തിൽ പ്രവർത്തിക്കുന്ന സ്കൂളുകൾ, SVD സ്കൂള്, SVD ഇംഗ്ലീഷ് മീഡിയം വിദ്യാനികേതൻ സ്കൂള്, സെൻ്റ് അലോഷ്യസ് സ്കൂള്. എനിക്ക് ഏറെ സന്തോഷം എന്ന് പറയാൻ കഴിയുന്നത് ഈ സ്കൂളുകളുമായി ബന്ധപ്പെട്ട് എല്ലാ ആവശ്യങ്ങളും അവരുന്നയിക്കുമ്പോൾ അതെല്ലാം യഥാസമയം ഇടപെടാനും അവർ ഏത് ആവശ്യം ഉന്നയിച്ചാലും അത് നടത്തി കൊടുക്കാനും കഴിഞ്ഞു എന്നുള്ളതാണ്. ഉച്ചഭക്ഷണ പദ്ധതിയുമായി ബന്ധപ്പെട്ടാണെങ്കിലും അതേപോലെ വിവിധ അവരുടെ ആനുവൽ ഡേ ആയാലും ഏത് ആഘോഷ പരിപാടികൾ നടക്കുമ്പോഴും സ്കൂളുമായി ബന്ധപ്പെട്ട് സർക്കാരിൻ്റെ നിബന്ധന പ്രകാരം പ്രവർത്തിക്കേണ്ട ഏത് കമ്മിറ്റി കൂടുമ്പോഴും ആ കമ്മിറ്റികളിലെല്ലാം ഇടപെട്ട് അവരെ സഹായിക്കാനും അവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഏതെങ്കിലും വഴിക്ക് സാധിച്ചു കൊടുക്കുവാനൊക്കെ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് വളരെ സന്തോഷകരമാണ്. നമുക്കറിയാം, ഇപ്പോൾ സർക്കാർ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ എയ്ഡഡ് വിദ്യാലയങ്ങളെ നമ്മൾ സമീപിക്കുന്നത്. അപ്പോൾ പൊതുവിദ്യാഭ്യാസ മേഖല ശക്തിപ്പെടുത്താൻ ഉതകുന്ന വിധത്തിൽ ഇപ്പോൾ MLA ഇടപെടുന്നു, സർക്കാർ ഇടപെടുന്നു, CSR ഫണ്ട് വഴി വിവിധ സ്ഥാപനങ്ങൾ ഇടപെടുന്നു. നമ്മൾ തന്നെ എവിടെയെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ ആ പോരായ്മകൾ പരിഹരിക്കാൻ നമുക്ക് സാധിക്കുന്ന വിധത്തിൽ സ്കൂൾ പ്രിൻസിപ്പൽമാരെയും ഹെഡ് മിസ്ട്രസ്മാരെയും സഹായിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത്. വിദ്യാഭ്യാസ പ്രോത്സാഹന പദ്ധതിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 5 വർഷമായിട്ട് നമുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത് SSLC +2 അതുപോലെ ബിരുദത്തിൽ വിജയിച്ചു വരുന്ന എല്ലാവരെയും, ഉന്നത വിജയം കരസ്ഥമാക്കുന്നവരല്ല, വിജയിച്ചു വരുന്ന എല്ലാ കുട്ടികൾക്കും നമുക്ക് എല്ലാ വർഷവും ആദരവ് കൊടുക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ്. ഈ വർഷവും അത് കൃത്യമായി നടത്താൻ കഴിഞ്ഞു. 5 വർഷവും തുടർച്ചയായി മുടങ്ങാതെ നടത്താൻ കഴിഞ്ഞു. അത് ഉന്നത വിജയം കരസ്ഥമാക്കിയ ആളുകൾക്ക് ക്യാഷ് പ്രൈസും മറ്റുള്ളവർക്ക് മൊമെൻറ്റോയും മറ്റു ആദരവുകളും ഒക്കെ കൊടുക്കാൻ കഴിയുന്നു. പൊതുവിലൊരു ആ രംഗത്ത് വലിയൊരു അംഗീകാരം വേറെ കുട്ടികൾക്കും രക്ഷാകർത്താക്കൾക്കും പൊതു സമൂഹത്തിനും ഏറെ സന്തോഷകരമായ ഒരു അനുഭവമായിരുന്നു. അത് നേരത്തെ ഉണ്ടായിരുന്നില്ല. അത് നമുക്ക് പുതിയതായിട്ട് കൊണ്ടുവരാനും ഇനി അത് തുടർച്ചയിൽ മാറി വരുന്ന കൗൺസിലർമാർക്ക് നടത്താനും കഴിയും. ആ വിധത്തിലാണ് നമ്മളതിനെ കൊണ്ടുവന്നിട്ടുള്ളത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഡിവിഷനിലെ നന്മ ലൈൻ എന്ന് പറയുന്ന ഒരു പ്രദേശത്ത്.
ഡിവിഷനിലെ ഏറ്റവും ദുരിതപൂർണമായി വെള്ളക്കെട്ട് മൂലം ദുരിതമനുഭവിച്ചൊരു പ്രദേശത്താണ് നമ്മൾ നിൽക്കുന്നത്. നമ്മുടെ കഴിഞ്ഞ 5 വർഷത്തെ പ്രവർത്തനങ്ങളിൽ ഈ പ്രദേശത്ത് വലിയ മാറ്റം ഉണ്ടാക്കാൻ നമുക്ക് കഴിയും. വെള്ളക്കെട്ട് മൂലം നടന്നു പോകാൻ കഴിയാത്ത ഒരു പ്രദേശമായിരുന്നു. മാത്രമല്ല കുടിവെള്ളക്ഷാമം ഏറ്റവും കൂടുതൽ നേരിട്ടൊരു പ്രദേശമായിരുന്നു. കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ ആദ്യമായിട്ട് നമുക്ക് വാട്ടർ അതോറിറ്റിയുടെ സഹായത്തോടു കൂടി അമൃത് പദ്ധതിയിൽ പുതിയ പൈപ്പ് ഇട്ടുകൊണ്ട് വെള്ളം സുലഭമായി കിട്ടുന്ന വിധത്തിലേക്ക് ഈ പ്രദേശത്തെ മാറ്റാൻ കഴിയും. അതിനുശേഷമാണ് റോഡ് താഴ്ന്നു കിടന്ന് മഴ വരുമ്പോൾ വെള്ളം കെട്ടി നിന്ന് ആളുകൾക്ക് അവരുടെ വസ്ത്രം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മാത്രമേ ഈ റോഡിലൂടെ സഞ്ചരിക്കാൻ കഴിയുമായിരുന്നു. ആ ഒരു വെല്ലുവിളി നമ്മൾ ഏറ്റെടുക്കുകയും കോർപ്പറേഷൻ്റെ പ്ലാൻ ഫണ്ടും ഡിവിഷൻ ഫണ്ടും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് റോഡ് നന്നായിട്ട് ഉയർത്തി, അതുപോലെ റോഡ് നന്നായിട്ട് ഉയർത്തി നല്ല രീതിയിൽ ഗതാഗത സംവിധാനം നമുക്കിവിടെ നവീകരിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു അഭിമാനകരമായ നേട്ടമാണ്. ഇപ്പോൾ ഈ നടക്കുന്ന പ്രവർത്തനങ്ങളോട് കൂടി നന്മ ലൈനിൻ്റെ എല്ലാ പ്രശ്നങ്ങളും മാറുകയാണ്. നന്മ ലൈൻ എന്ന പ്രദേശത്തെ നിവാസികളുടെ ഏറെ കാലമുള്ള ആഗ്രഹങ്ങളിലൂടെ പൂർത്തീകരിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു സന്തോഷകരമായ കാര്യം. ആരോഗ്യ മേഖലയിൽ നമുക്ക് കൊച്ചി നഗരസഭയുടെ 74 ഡിവിഷനുകളിലും ഒരു വെൽനസ് സെൻ്റർ എന്നുള്ള പദ്ധതി ഏറ്റവും ആകർഷകമായി ഈ ഭരണകാലത്ത് നടപ്പിലാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് നഗരസഭയുടെ ഒരു പ്രധാന നേട്ടം. ആ നേട്ടത്തിൻ്റെ ഭാഗമായിട്ടാണ് 21 ഡിവിഷനിൽ വാട്ടർലാൻഡ് റോഡിൽ പ്രവർത്തിക്കുന്ന വെൽനസ് സെൻ്ററിൻ്റെ മുമ്പിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. നമ്മുടെ ഈ പ്രദേശത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി വരുന്ന ഒരിടമായി ഈ വെൽനസ് സെൻ്റർ മാറിയിരിക്കുന്നു. ഏറ്റവും നല്ല സൗകര്യങ്ങളോടുകൂടി അത് പൂർത്തീകരിക്കാനും നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. വരാനുള്ള സൗകര്യം, അതുപോലെ എത്തിച്ചേരാനുള്ള സൗകര്യം ഒക്കെ വെച്ചുകൊണ്ട് ഈ വെൽനസ് സെൻ്റർ ഏറ്റവും കൂടുതൽ ജനോപകാരപ്രദമായി പ്രവർത്തിക്കാൻ കഴിയുന്നു എന്നുള്ളത് ആളുകളുടെ പ്രശംസ പിടിച്ചു പറ്റിയ ഒരു കാര്യമാണ്. നമ്മുടെ ഡിവിഷനിൽ നിലവിൽ ഇപ്പോൾ 6 ആശാ വർക്കർമാരാണ് പ്രവർത്തിക്കുന്നത്. കോവിഡ് കാലത്ത് ജനങ്ങൾക്ക് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിൽ യഥാസമയം ഏത് പാതിരാത്രി ആയാലും ഓടിയെത്താനും അവർക്ക് ആവശ്യമായ മരുന്നുകളും കാര്യങ്ങളും എത്തിച്ചു കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞു. അതിൽ ഏറ്റവും നല്ല പങ്ക് വഹിച്ചൊരു വിഭാഗമാണ് ആശാ വർക്കർമാർ. അവർക്ക് ഭക്ഷണം ഉൾപ്പെടെ നഗരസഭ ഏർപ്പാടാക്കിയ ഭക്ഷണം ഉൾപ്പെടെ നമ്മുടെ പൊതുജനങ്ങളുടെയും സന്നദ്ധ സംഘടനകളുടെയും സഹായത്തോടു കൂടി എത്തിച്ചു കൊടുക്കാൻ കഴിഞ്ഞു. വളരെ നല്ല രീതിയിൽ അഭിനന്ദനാർഹമായ രീതിയിലാണ് നമ്മുടെ ആശാ വർക്കർമാർ ആരോഗ്യ മേഖലയിൽ ഇടപെടുന്നത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് EK സ്ക്വയറിൻ്റെ സമീപത്താണ്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, EK സ്ക്വയറിൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുകയാണ്. നേരത്തെയുള്ള സ്ട്രക്ചർ നമ്മൾ പൂർണ്ണമായിട്ട് പൊളിച്ചു മാറ്റി അവിടെ ഏറ്റവും ആധുനികമായ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് രൂപകൽപ്പന ചെയ്ത പ്രവർത്തനങ്ങൾക്കാണ് തുടക്കം കുറിക്കുന്നത്. കുറച്ച് താമസിച്ചു. നമ്മൾ കഴിഞ്ഞ മാർച്ചിൽ തുടങ്ങേണ്ട പ്രവൃത്തിയായിരുന്നു. ആദ്യം ഉണ്ടാക്കിയ രൂപരേഖയിൽ കുറച്ച് മാറ്റം വരുത്തേണ്ടി വന്നതുകൊണ്ടും എസ്റ്റിമേറ്റിൽ തുക വർദ്ധിച്ചതുകൊണ്ടും അത് രണ്ടാമത് ചെയ്യേണ്ടി വന്നത് ഒരു താമസം നമുക്ക് നേരിട്ടു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ ഒക്ടോബറിനോടുകൂടി നമുക്ക് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ വേഗത വർദ്ധിപ്പിച്ചുകൊണ്ട് ഡിസംബർ ജാനുവരിയോടുകൂടി ഏറ്റവും നല്ല രീതിയിൽ EK സ്ക്വയർ നിർമ്മിക്കാനായിട്ട് നമുക്ക് കഴിയും. അതോടുകൂടി നമ്മുടെ പള്ളുരുത്തിയുടെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട സാംസ്കാരിക കേന്ദ്രമായി EK സ്ക്വയർ മാറുകയാണ്. നമ്മുടെ പള്ളത്തുരാമൻ, അതുപോലെ ചങ്ങമ്പുഴ പാർക്ക് എന്നപോലെ EK സ്ക്വയർ മാറ്റിയെടുക്കാൻ നമുക്ക് കഴിയും. ഇതിനകത്ത് ഏറ്റവും നമ്മൾ ശ്രദ്ധേയമായി പറയേണ്ട ഒരു കാര്യം, നമ്മൾ ഡിവിഷനിൽ നടത്തിയിട്ടുള്ള ഭൗതിക സൗകര്യങ്ങളെക്കാൾ ഉപരി ജനങ്ങളോട് എങ്ങനെ നമ്മൾ ഇടപെട്ടു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ ജനങ്ങളെ സമീപിച്ച കാര്യത്തിൽ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ 5 വർഷം എനിക്കൊരു സർവകലാശാലയിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന ഒരു അനുഭവമാണ്. കഴിഞ്ഞ 5 വർഷം ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഒരു പുതിയ മേഖലയിലാണ് നമ്മൾ പ്രവർത്തിച്ചത്. പൊതുപ്രവർത്തന രംഗത്തൊക്കെ നേരത്തെ ഉണ്ടെങ്കിലും
ഏറ്റവും ജനങ്ങളോട് അടുത്ത് ഇടപഴകേണ്ടി വന്ന ഒരു കാലഘട്ടമാണ്. ഒരുപാട് അനുഭവങ്ങൾ, ഒരുപാട് അറിവുകളാണ് ഈ കാലഘട്ടത്തിലൂടെ നമുക്ക് നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. ജനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളിലും, എല്ലാ പ്രശ്നം എന്ന് പറയുമ്പോൾ 100% നമുക്ക് അവരോട് നീതി പുലർത്താൻ കഴിഞ്ഞു എന്നുള്ളത് അങ്ങനെ പറയുന്നത് തന്നെ തെറ്റാണ്. എങ്കിലും പരമാവധി മുഴുവൻ സമയങ്ങളിൽ അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഇടപെടാൻ കഴിഞ്ഞിട്ടുണ്ട്. കോവിഡ് കാലത്ത് ഏറ്റവും പ്രത്യേകിച്ച് ഏതാണ്ട് 36ഓളം മരണങ്ങളാണ് നമ്മുടെ ഡിവിഷനിൽ ഉണ്ടായിരുന്നത്. ആ മരണങ്ങളെല്ലാം ആരും അടുക്കാതിരുന്ന സമയത്ത് പോലും മറ്റ് ആരോഗ്യ സംവിധാനങ്ങളുടെ സഹായത്തോടു കൂടി അത് സംസ്കരിക്കാൻ കഴിഞ്ഞു. അതിനുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ സന്നദ്ധ സംഘടനകൾ, ആശാപ്രവർത്തകർ, അംഗനവാടി ടീച്ചർമാർ, നമ്മുടെ സാമൂഹ്യ പ്രവർത്തകർ, രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വം എല്ലാവരും നമ്മളോട് സഹകരിച്ചിട്ടുണ്ട്. അപ്പോൾ എന്ത് ആവശ്യം വന്നാലും ഏത് പാതിരാത്രി ആയാലും ജനങ്ങളുടെ ആവശ്യങ്ങളോട് നമുക്ക് സമീപിക്കാനും ഇടപെടാനും ഓടിച്ചെല്ലാനും കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ ഒരു കാര്യം. അതിൻ്റെ ഒരു സ്നേഹവും ബഹുമാനവും നമ്മുടെ നാട്ടുകാരിൽ നിന്ന് നമുക്കിപ്പോഴും ലഭിക്കുന്നുണ്ട്. തുടർന്നും നമ്മൾ ജനപ്രതിനിധി അല്ലെങ്കിൽ കൂടി ഇതൊരു അനുഭവമാണ്, അറിവാണ്. അത് നമുക്ക് ഏത് മേഖലയിലും ഇടപെട്ട് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു സമ്പത്തായി മാറും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്. ഈ 5 വർഷക്കാലത്ത് നമ്മുടെ പ്രവർത്തനങ്ങളിൽ എല്ലാ ജനവിഭാഗങ്ങളും കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ സഹകരിച്ചിട്ടുണ്ട്. എൻ്റെ എതിരാളികളായിട്ട് മത്സരിച്ചവർ പോലും എന്നോട് വളരെ താല്പര്യത്തോടെ ഒരു കുഞ്ഞനുജനെ പോലെയാണ് എന്നോട് ഇടപെട്ട് സഹകരിച്ചിട്ടുള്ളത്. ഏത് പ്രശ്നങ്ങളുണ്ടെങ്കിലും എന്നോട് ശ്രദ്ധയിൽപ്പെടുത്തി അത് പരിഹരിക്കാൻ അവർ എനിക്ക് സഹായകരമായ നിലപാടെടുത്തത്. ഒരു എതിരാളിയെ പോലെ എന്നെ അവരൊരിക്കലും കണ്ടിട്ടില്ല. ഞാനും അവരെ അങ്ങനെ കണ്ടിട്ടില്ല. എല്ലാവരോടും ഒരു ജാതിയുടെയോ മതത്തിൻ്റെയോ രാഷ്ട്രീയത്തിൻ്റെയോ നിറവ്യത്യാസമില്ലാതെ ഇടപെടാൻ കഴിഞ്ഞു. അതിന് എന്നെ സഹായിച്ചിട്ടുള്ള മുഴുവൻ ആളുകളോടും ഈ അവസരത്തിൽ പ്രത്യേകം നന്ദി പറയുകയാണ്. തുടർന്നും ആ സഹകരണം ഉണ്ടാകണം. ഞാൻ തിരിച്ചും ജനപ്രതിനിധി അല്ലെങ്കിൽ കൂടി ഒരു പൊതുപ്രവർത്തനം എന്ന നിലയിൽ നിങ്ങളുടെ എല്ലാവരുടെയും പ്രശ്നങ്ങളിൽ കൂടെ ഉണ്ടാകുമെന്നുള്ളൊരു ഉറപ്പാണ് ഈ അവസരത്തിൽ എനിക്ക് തരാനുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയുമ്പോൾ നമുക്ക് ചില ആളുകൾ എടുത്ത് പറയാതെ പോകുന്നത് ശരിയല്ല. അതിൽ കൊച്ചി നഗരസഭയുടെ മേയറുണ്ട്, കൊച്ചി നഗരസഭയുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സഖാവ് VS ശ്രീജിത്ത് ഉണ്ട്, നമ്മുടെ MLA ഉണ്ട്. ആ MLAയുടെയും മേയറിൻ്റെയും നമ്മുടെ സഹപ്രവർത്തകരുടെയും എല്ലാം നിർലോഭമായ സഹായ സഹകരണങ്ങളുണ്ട്. നമ്മുടെ ഡിവിഷനിലെ വികസന പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുന്നതിൽ MLA നൽകിയിട്ടുള്ള സേവനങ്ങളെ, സഹായങ്ങളെ നമ്മൾ എടുത്തു പറയേണ്ടതാണ്. കാരണം നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയില്ലെന്ന് കരുതി, ഫണ്ടിൻ്റെ അപര്യാപ്തത മൂലം കഴിയില്ലെന്ന് കരുതിയ പല പദ്ധതികളും MLA തന്നെ നേരിട്ടിടപെട്ടിട്ടാണ് നമുക്ക് സഹായിക്കാൻ കഴിഞ്ഞു. ഇപ്പോൾ മരുന്നുകട ബസ് സ്റ്റോപ്പ്, അത് എൻ്റെ അച്ഛനും മുൻ കൗൺസിലറുമായിട്ടുള്ള CV രാജൻ്റെ സ്മാരകമായിട്ട് MLA തന്നെ താല്പര്യമെടുത്ത് ചെയ്തു തന്നതാണ്. ഞാനൊരു ആവശ്യം പറഞ്ഞു, MLAയുടെ ഫണ്ട് എത്രയും പെട്ടെന്ന് അത് അനുവദിച്ചു തന്നു. അത് ഏറ്റവും ആകർഷകമായി നമ്മുടെ പള്ളുരുത്തിൽ തന്നെ ഏറ്റവും നല്ല ഒരു ബസ് സ്റ്റോപ്പാക്കി മാറ്റാൻ നമുക്ക് കഴിയും. അങ്ങനെ മേയറായാണെങ്കിലും ഇപ്പോൾ ഡിവിഷൻ്റെ ഏത് കാര്യം പറഞ്ഞാലും മേയർ ഒരു പുതിയ കൗൺസിലർ എന്ന നിലയിലും ഒരു പ്രസ്ഥാനത്തിൻ്റെ പ്രതിനിധി എന്ന നിലയിലും വളരെ കരുതലോടു കൂടിയാണ് ഈ ഡിവിഷൻ്റെ കാര്യത്തിൽ ഇടപെട്ടിട്ടുള്ളത്. അപ്പോൾ മേയറിന്, MLAക്ക്, അതുപോലെ നമ്മുടെ സഹപ്രവർത്തകരായിട്ടുള്ള സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിട്ടുള്ള സഖാവ് VS ശ്രീജിത്ത്, എൻ്റെ രാഷ്ട്രീയ നേതൃത്വം, ഇവിടുത്തെ റെസിഡൻസ് അസോസിയേഷനുകൾ, സ്കൂൾ ടീച്ചർമാർ, അംഗനവാടി ടീച്ചർമാർ, ആശാ വർക്കർമാർ, എല്ലാവരോടും ഈ അവസരത്തിൽ പ്രത്യേകം നന്ദി പറയുകയാണ്.